ഒരു ജൂറിയുടെ വ്ളോഗ് ആയാലോ? കുറച്ച് പേർക്കെങ്കിലും ശരിക്കും എന്ത് ദിവസം സംഭവിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. നമ്മൾ ജൂറിക്ക് പോകുമ്പോൾ ഫോർമലായിട്ട് വേണം പോകാൻ. അപ്പോൾ എൻ്റെ ഷർട്ടിൽ കുറച്ച് ചുരുക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ സ്ട്രെയിറ്റ്നർ വെച്ച് സെറ്റാക്കി. പിന്നെ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമല്ലോ, നമ്മൾ റെഡി ആയിട്ട് മാത്രമേ പോകൂ. കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ സീഷൻ വേണ്ടി ജംഗ്ഷനിലേക്ക് പോയപ്പോൾ അവിടെ അതേ മുട്ടം മഴ പെയ്തു. പിന്നെ നമ്മൾ കുടയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മൊത്തത്തിൽ നനഞ്ഞാണ് തിരിച്ചു വന്നത്. അങ്ങനെ നനഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കൂടെ സ്ട്രെസ്സായിട്ട് ഞാൻ അറിയാണ്ട് എൻ്റെ മോഡൽസിൻ്റെ പുറത്ത് കയറിയിരുന്നു കേസ്. പിന്നെ ഞാൻ എങ്ങനെയോ ശരിയാക്കിയത്. കോളേജിലേക്ക് വന്നപ്പോൾ അവിടെ നല്ല ക്ലൈമറ്റ്. ആ മഴയുടെ തണുപ്പും പിടിച്ച് അരവിന്ദ് കിടന്ന് ഉറങ്ങായിരുന്നു. നമുക്കാണെങ്കിൽ ഇന്ന് 2 സബ്ജക്റ്റ് ഉണ്ട്. ഒന്ന് ഗ്രൂപ്പ്, ഒന്ന് ഇൻഡിവിജ്വലാണ്. പക്ഷെ ഒരുമിച്ചാണ് വിളിക്കുക. നമ്മളെ വിളിക്കാൻ കുറച്ച് ടൈമുള്ളവർ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. അങ്ങനെ ഞാൻ ശ്രീനഗർ പോകുകയെന്ന് പറഞ്ഞ് സെൻറ്റി ഇറക്കി അർജുനും അരവിന്ദും കൂടെ എനിക്ക് തിന്നാനൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. ഇത് അവർ വിളിക്കാൻ കുറച്ചധികം ലാഗായിരുന്നു. നമ്മളിങ്ങനെ ഫാക്കൽറ്റീനെയൊക്കെ പോലെ അഭിനയിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. നമ്മൾ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ നിലത്തിരിക്കുക. ജൂറി ആയിക്കഴിഞ്ഞാൽ പിന്നെ നിലം, കസേര അങ്ങനൊന്നുമില്ല. എവിടെ ഇരിക്കും, നമ്മൾ എവിടെ ഇരുന്നും വെയിറ്റ് ചെയ്യും. അത്ര സ്ട്രെസ്ഡാണ്. പിന്നെ ജൂറിക്ക് കയറി എൻ്റെ എക്സ്പ്ലനേഷൻ സ്കിൽസിന് അവർ കുറ്റമൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് ഐ വിൽ ഇമ്പ്രൂവ് സാർ എന്നൊക്കെ പറഞ്ഞ് പോന്നിട്ടുണ്ട്. എൻ്റെ ഓക്കെ ഷുള്ളി, അല്ലാതെ അത്ര അടിപൊളിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ ജൂറി. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.